ശരിക്കും ഈ പ്രൊഡക്ഷനും അഭിനയത്തെ വിടാം. അപ്പൊ എന്നോട് വിനീന്ദ്രനെ അല്ല ഇപ്പൊ അഭിനയിക്കുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ 10 ലക്ഷം രൂപ ലാഭിക്കാമല്ലോ. 10 ലക്ഷം രൂപ ലാഭിച്ചാൽ നമ്മുടെ കിടപ്പാടം 10 ലക്ഷത്തിന് വീണ്ടെടുക്കാമല്ലോ. അതുകൊണ്ട് ആ റോളൊക്കെ ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അതിനെപ്പറ്റി ആരും ബോധറിയില്ല. വേറെ ആൾ അഭിനയിച്ചാലും 10 ലക്ഷം ഒക്കെ കൊടുക്കേണ്ടി വരും. ഇതിനകത്തൊക്കെ അഭിനയിച്ച മുഴുനീള ക്യാരക്ടറാണ്. അപ്പൊ നമ്മൾ ഫണ്ട് സൂക്ഷിക്കാൻ നല്ലതല്ലേ, കഴിയുന്ന മറ്റുള്ളവർക്ക് കൊടുക്കാൻ നമ്മൾ തന്നെ വെച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പിന്നെ പ്രൊഡക്ഷൻ എന്നുള്ളത് എപ്പോഴും ടെൻഷനാണ്. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് ഒരു പടം ഇറക്കാന്ന് വെച്ചാൽ എല്ലാ സാധനങ്ങളും നമ്മുടെ ഒരു ഓഡിയോ ലോഞ്ച് വെച്ചാൽ തന്നെ അഭിനയിച്ചവരെ ടേക്ക് കെയർ ചെയ്യണം, അവരെ കൊണ്ടുവരണം, അവരെ ഹാപ്പി ആക്കണം, അവരെ എന്താ പറയുക, അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ടേക്ക് കെയർ ചെയ്യണം ആസ് എ ഹോസ്റ്റ്. അപ്പം ഞാനാണ് ആ കാര്യത്തിൽ കുറച്ച് മുൻപന്തിയിൽ. എനിക്കിങ്ങനെ ഭയങ്കര ടെൻഷനാണ്. അവർ ഡിസ്കംഫർട്ടാണോ കംഫർട്ടാണോ. അപ്പം അങ്ങനെ അതെ അതെ. അപ്പം എനിക്കിങ്ങനെ ഷൂട്ടിൻ്റെ സമയത്തൊക്കെ അങ്ങനെയാണ്. ഇതിലൊക്കെ ഈ ആർട്ടിസ്റ്റുകളൊക്കെ നമ്മൾ വിളിക്കുന്നതാണ്. എന്നെ വിസമ്മതിപ്പിക്കുന്നതല്ല, ഞാൻ വിസമ്മതിപ്പിക്കുന്നില്ല. അപ്പം എനിക്ക് അത് അവർ കംഫർട്ടാണോ കംഫർട്ടാണെന്നുള്ള ടെൻഷനെ കൂടി ഇങ്ങനെ ഈ പടം ഇറങ്ങുമ്പോൾ വേറെ അടുത്ത ടെൻഷനാണ്. അങ്ങനെ ഒരു വിധത്തിൽ ഇങ്ങനെ ആവട്ടെ ആവോ അതോ നേരെ തിരിയോ എന്നുള്ളത് നമുക്ക് വൈകിട്ട് തൊട്ടില്ല. ഇവരൊക്കെ കണ്ട നിങ്ങളൊക്കെ പറയാം, നിങ്ങളൊന്നും മിണ്ടുന്നില്ല. ഇത് തന്നെ പുറത്ത് പോയിട്ട് പറയട്ടെ. ഇനിയിപ്പോൾ നമ്മളൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് ഇനി നമ്മൾ ചെയ്യുന്ന സിനിമകൾ കുറച്ചുകൂടി കണ്ടന്റ് ബേസ്ഡായിട്ട് കുറച്ചുകൂടി ടെക്നീഷ്യൻസ് ഒക്കെ ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് എന്താണ് വേണ്ടത് അതിനെ ഇങ്ങനെയുള്ളൊരു സാധനം ബഡ്ജറ്റ് ആയിരിക്കും. ബാക്കിയുണ്ടല്ലോ കുറേ കാര്യങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് പിടിക്കാനായിട്ട് ശ്രമിക്കും. നമ്മുടെ ഡയറക്ടർ പാലോടൻ വലിയ പ്രതീക്ഷകളാണ്. മൂന്നാമത്തെ സിനിമയാണ്. പിന്നെ ഒരു എബോ 30 ഫാമിലി സിനിമയാണ്. എനിക്ക് തന്നെ ഞങ്ങളുടെ വൈകിട്ടുള്ള ശ്വാസത്തിന്റെ ഫാമിലിയുമായിട്ട് അവരുടെ ഇപ്പം വളരെ പോസിറ്റീവാണ്. സബ്ജക്റ്റ് വന്നപ്പോഴേ ഞാനും അനുഭവം നമ്മളുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു ആക്ടർ കറക്റ്റായിട്ട് ഡയറക്ടറിനെ കേൾക്കാൻ നിന്നാലാണ് അത് നമ്മുടെ മനസ്സിലുള്ളത് ചെയ്യാൻ പറ്റില്ല. അത് അനുഭവം അങ്ങനെയല്ല. നമ്മുടെ മനസ്സിൽ എന്താണോ ഏകദേശം കൃത്യമായിട്ട് ചെയ്യുന്ന അതുണ്ടായിരുന്നു. ചെറിയ ആർട്ടിസ്റ്റ് നമ്മൾ അവിടെ വലിയ പ്രതീക്ഷ ഡയറക്ടറും ചെയ്യുന്നത്. അത്യാവശ്യം ഒരു ഫസ്റ്റ് ഷോയാണ് കഴിഞ്ഞത്. അത്യാവശ്യം പോസിറ്റീവായിട്ടാണ് എല്ലാവരും പറയുന്നത്. പറഞ്ഞൊരു എബോ 30 ഉള്ളൊരു ഫാമിലി സിനിമയാണത്. നേരത്തെ രാവിലെയുള്ള പോസ്റ്റിൽ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഫാമിലി കമ്മിയാവുന്ന ഒരു സബ്ജക്റ്റാണ്. അപ്പം ആ തരത്തിലാണ് ഇനിയിപ്പം വൈകിട്ടുള്ള ഷോസിൽ കുറച്ചുകൂടെ ഫാമിലി വരും. അതിനൊക്കെ ഒരു റെസ്പോൺസിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാം. പ്രേക്ഷകരോട് പറയുന്നത് ഫാമിലി എൻ്റർടൈനറാണ്. നമ്മുടെ ചുറ്റുവട്ടത്തും നമ്മുടെ ഫാമിലിയിലൊക്കെ നടക്കുന്ന സിനിമകൾ ബേസ് ചെയ്തത് ലൈറ്റ് ഹ്യൂമറാണ്. ദയവായിട്ട് തിയേറ്ററിൽ തന്നെ കാണണം. നമ്മളെ പോലുള്ള ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്നാണ് പെർഫോമൻസ്. എനിക്ക് അനുഭവമില്ല. പ്രത്യേകിച്ച് ഷീലയിലാണ് നമ്മൾ ഇതുവരെ കണ്ടതിൽ നിന്ന് ഞാൻ മാഡത്തിൻ്റെ ക്യാരക്ടറൈസേഷനും നമ്മുടെ ഷോർട്ട്സ് മേഡോ ഈ അനുഭവമുള്ളൊരു ബന്ധം പോലെ തന്നെ ഷീലുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഈ ഒരു സ്ക്രിപ്റ്റുകൊണ്ട് ഉണ്ടായിരുന്നു. മേഡത്തിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ് പറയുന്നത്. അതുപോലെ അനുഭവം ധ്യാനിനെ കുറിച്ച് പ്രത്യേകം പറഞ്ഞായിരുന്നു.
ചെയ്യാൻ പറ്റായിരുന്നു. അപ്പോൾ അതിനൊക്കെ വലിയ സന്തോഷം തന്നെയാണ്.